ഐക്യരാഷ്ട്രസഭ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ. വാർഷിക ഫീസ് കുടിശ്ശിക ഇതുവരെ അടയ്ക്കാത്തത് 130ഓളം രാജ്യങ്ങളാണ്. അമേരിക്ക നൽകാനുള്ളത് $400 കോടി. US വിഹിതം കിട്ടാതെ മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. അമേരിക്ക നൽകാനുള്ള കുടിശ്ശിക എപ്പോൾ ലഭിക്കുമെന്നറിയാൻ കാത്തിരിക്കുകയാണെന്ന് UN വക്താക്കൾ അറിയിച്ചു. ഇക്കാര്യത്തിൽ ട്രംപ് വ്യക്തത വരുത്തുമെന്ന പ്രതീക്ഷയിലാണ് യുഎന്നിന്റെ സാമ്പത്തിക നിയമങ്ങളിൽ മാറ്റം വരുത്തുകയോ 193 അംഗരാജ്യങ്ങളും കുടിശ്ശിക കൃത്യമായി അടയ്ക്കുകയോ ചെയ്തില്ലെങ്കിൽ സംഘടന സാമ്പത്തിക പ്രതിസന്ധി നേരിടുമെന്ന് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് കഴിഞ്ഞ ആഴ്ച മുന്നറിയിപ്പ് നൽകിയിരുന്നു. അമേരിക്കയെ ലക്ഷ്യം വെച്ചായിരുന്നു ഈ പ്രസ്താവന. യുഎന്നിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി അമേരിക്ക $219.6 കോടി നൽകാനുണ്ട്. ഇതിൽ $76.7 കോടി ഈ വർഷം മാത്രം അടയ്ക്കേണ്ടതാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ സമാധാന ദൗത്യങ്ങൾക്കായി $180 കോടി വേറെയും അമേരിക്ക നൽകാനുണ്ട്. ഈ തുക വരും ദിവസങ്ങളിൽ ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കുടിശ്ശിക വരുത്തിയ രാജ്യങ്ങളിൽ 2ാം സ്ഥാനത്തുള്ള വെനസ്വേലയെ $3.8 കോടി നൽകാനുള്ളത്. സാമ്പത്തിക പ്രതിസന്ധിയും രാഷ്ട്രീയ മാറ്റങ്ങളും നേരിടുന്ന വെനസ്വേലയ്ക്ക് കുടിശ്ശിക കാരണം പൊതുസഭയിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം നഷ്ടമായി. ഫെബ്രുവരി 8 സമയപരിധിക്കുള്ളിൽ 60 രാജ്യങ്ങൾ മാത്രമാണ് തങ്ങളുടെ വാർഷിക വിഹിതം പൂർണ്ണമായും അടച്ചത്. കുടിശ്ശികയുടെ ഒരു ഭാഗം വരും ആഴ്ചകളിൽ തന്നെ ട്രംപ് ഭരണകൂടം അടയ്ക്കുമെന്നാണ് യുഎന്നിലെ US അംബാസഡർ മൈക്ക് വാൾട്സ് പറഞ്ഞത്. എന്നാൽ കൃത്യമായി എത്ര തുക നൽകുമെന്ന കാര്യത്തിൽ ഇതുവരെ അന്തിമ തീരുമാനമായിട്ടില്ല എന്ന് UN വക്താവ് സ്റ്റെഫാൻ ദുജാറിക് തിങ്കളാഴ്ച മാധ്യമങ്ങളോട് പറഞ്ഞു. ആന്റോണിയോ ഗുട്ടറസും മൈക്ക് വാൾട്സും തമ്മിൽ ദീർഘനാളായി ആശയവിനിമയം നടത്തുന്നുണ്ടെന്നും തുക എപ്പോൾ ലഭിക്കുമെന്ന കാര്യത്തിൽ കൃത്യമായ വിവരങ്ങൾക്കുമായി കാത്തിരിക്കുകയാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ജൂലൈ മാസത്തോടെ യുഎന്നിന്റെ പ്രവർത്തന ഫണ്ട് തീരാൻ സാധ്യതയുണ്ടെന്നും ഇത് സംഘടനകളുടെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുമെന്നും ഗുട്ടറസ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ഐക്യരാഷ്ട്രസഭ അതിന്റെ പൂർണ്ണമായ കഴിവ് പുറത്തെടുക്കുന്നില്ലെന്നാണ് ട്രംപിന്റെ വിമർശനം. കഴിഞ്ഞ വർഷം അമേരിക്ക യുഎന്നിനെ തുകയൊന്നും നൽകിയിരുന്നില്ല. കൂടാതെ ലോകാരോഗ്യ സംഘടന, യുനെസ്കോ തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്ന് പിന്മാറുകയും ചെയ്തിരുന്നു.